എല്ലാ എൻ്റെ കൂട്ടുകാർക്കും നവവത്സര ആശംസകൾ. ഞാനിന്ന് പറയാൻ പോകുന്നത് എൻ്റെ അമ്മയെ പറ്റിയാണ്. മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ പറയുന്നത്. അപ്പോൾ ആദ്യമേ അമ്മയിൽ നിന്നും തുടങ്ങാമെന്ന് വിചാരിച്ചു. അമ്മയുടെ പേര് അമ്മുക്കുട്ടിയമ്മ. സ്നേഹപൂർവ്വം നാട്ടുകാരെല്ലാവരും വീട്ടുകാരും എല്ലാവരും അമ്മയെ വിളിക്കുന്ന പേര് അമ്മൂച്ചേയി എന്നാണ്. അമ്മൂച്ചേച്ചി എന്നുള്ള പേര് അത് ഷോർട്ട് ഫോം ആക്കി അമ്മൂച്ചേയി എന്ന് എല്ലാവരും വിളിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അമ്മൂച്ചയുടെ കഥ ഞാൻ നിങ്ങളിലേക്ക് പറയുകയാണ്. അമ്മ നല്ല ഒരു അധികം കളറൊന്നുമില്ല, ഇത് നിറമായിട്ട്, എന്നാൽ വെളുപ്പുമല്ല, അങ്ങനെ കളറുള്ള ഒരു നിറമായിരുന്നു അമ്മയുടേത്. ഒരു വെളുത്ത മുണ്ടും ഒരു വെളുത്ത ബ്ലൗസും കാതിൽ 2 വെളുത്ത 7 കല്ലിൻ്റെ കമ്മലും ഒരു താലി ചെയിനും ഒരു വളയും നരച്ച മുടിയും നെറ്റിയിൽ എപ്പോഴും ഭസ്മവും ചാർത്തി മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകളുമായിട്ടായിരുന്നു അമ്പലഭവനത്തിലെ എൻ്റെ അമ്മൂച്ചയുടെ ജീവിതം. അതാണ് അമ്മയുടെ രൂപം. പിന്നെ അമ്മ ചെറുപ്പത്തിലെ തന്നെ അപ്പൂപ്പൻ അമ്മയെ വിവാഹം കഴിപ്പിച്ചു. അമ്മയ്ക്ക് 6 മക്കളുണ്ടായി. 3 പെൺമക്കളും 3 ആൺമക്കളുമാണ് ഉണ്ടാകുന്നത്. അതിലേറ്റവും ഇളയവളാണ് ഞാൻ. അങ്ങനെ അമ്മ തന്നെ എല്ലാ ചുമതലകളും, അപ്പൂപ്പനും അപ്പച്ചിയും മരിച്ചതിന് ശേഷം എല്ലാ ചുമതലകളും അമ്മയെ ഏറ്റെടുത്ത് വളർത്തി. ലാപ്പിഴുത്ത് കുടുംബത്തിലെ ഒരംഗമായിരുന്നു അപ്പൂപ്പന്. അങ്ങനെ അപ്പച്ചിയുടെ മരണവും അപ്പൂപ്പൻ്റെ മരണവും കാരണം ഈ 6 മക്കളുടെയും എല്ലാ കുടുംബഭാരങ്ങളും അമ്മയുടെ തലയിൽ തന്നെയായിരുന്നു. അമ്മ എല്ലാവരെയും സാമ്പത്തിക വരുമാനം അമ്മയ്ക്ക് നല്ലതുപോലെ സാമ്പത്തിക ശേഷിയുള്ള ആളായിരുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും അമ്മ സ്വയം തീരുമാനമെടുക്കും. എല്ലാവരും മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കറിയാം അമ്മ തന്നെ വേണം എല്ലാ തീരുമാനങ്ങളും എടുക്കാനെന്ന്. അങ്ങനെ അമ്മ ഉറച്ച് അമ്മയുടെ എല്ലാ തീരുമാനങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുന്ന ഒരാളായിരുന്നു. ആരുടെയും അഭിപ്രായം അമ്മ ചോദിക്കാറില്ല, ആരോടും ഒരു കാര്യം പറയുകയുമില്ല. എല്ലാ കാര്യങ്ങളും അമ്മ സ്വയം ചിന്തിച്ച് ഉചിതമായ ഒരു തീരുമാനം എടുത്തിട്ട് അത് അച്ഛനെ അറിയിക്കും. അച്ഛന് കുടുംബകാര്യത്തിൽ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ അമ്മ തന്നെ എല്ലാ മക്കളെയും വളർത്തി വലുതാക്കി. 3 ആൺമക്കളെയും എല്ലാ കോളേജിൽ അവരുടെ പഠിത്ത കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ നടത്തി. 3 പെൺമക്കളെയും പഠിപ്പിച്ച് എല്ലാം ചിട്ടയോടും അനുസരണയോടും കൂടി തന്നെയാണ് ഞങ്ങളെ 3 പേരെയും അമ്മ വളർത്തിയത്. ഒരു സ്കൂളിൽ നിന്നൊന്ന് ലേറ്റായി വന്നു കഴിഞ്ഞാൽ പോലും അമ്മ ചോദിക്കും എവിടെയായിരുന്നു ഇത്രയും നേരമെന്ന്. അങ്ങനെ കർക്കശ ബുദ്ധിയോടെ ആണ് ഞങ്ങളെ വളർത്തിയത്. അമ്മ വരയ്ക്കുന്ന ലൈനിനപ്പുറം ഞങ്ങളാരും കടന്നിട്ടില്ല. അമ്മയുടെ വാക്കിന് മറുത്ത് ഞങ്ങളാരും പോലും ഒന്നും മൂളുക പോലും ചെയ്തിട്ടില്ല. എൻ്റെ നിശ്ചയം കഴിഞ്ഞതിന് ശേഷമാണ് അമ്മയോട് ഞാൻ എന്തോ ഒരു തർക്കുത്തരം പറഞ്ഞത്. അപ്പോൾ എൻ്റെ ചേച്ചി ചോദിക്കുമായിരുന്നു, അമ്മയോട് നീ തർക്കുത്തരം പറയുമോ? അപ്പോൾ അമ്മ പറയും, അവളിനി എത്ര ദിവസം അവളിനി ഇവിടെ നിന്ന് അങ്ങ് പോവുകയല്ലേ, അവൾ പറയട്ടെ എന്ന് പറയും. കാരണം അത്രയ്ക്ക് പേടിയായിരുന്നു ഞങ്ങളുടെ അമ്മയോട്. ഞങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാനും അമ്മ പറയുന്നതിനപ്പുറം വാക്കില്ല. അമ്മയുടെ വാക്കിന് മറുവാക്കില്ല. അതുപോലെ ഏത് കാര്യത്തിനും ആരോടും നല്ല സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയാണ് അമ്മ കഴിഞ്ഞു പോയത്. ആ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നിറകുടമായിരുന്നു അമ്മ. എപ്പോഴും മുറുക്കി ചുമപ്പിച്ച് ആ വെറ്റില താഴത്തു നിന്ന് പാക്കൂട്ടി എടുത്ത് പാക്കും വെട്ടി ചുണ്ണാമ്പും തേച്ച് വെറ്റയും കുടിയിൽ നിന്ന് തന്നെ വെറ്റയും മുറുക്കി കാലിപ്പുകയില വേണമായിരുന്നു, അതും കൂട്ടി മുറുക്കി ചുമപ്പിച്ചിട്ട് സ്വയം ആലോചിച്ചിട്ട് എല്ലാ തീരുമാനങ്ങളും എടുത്താണ് അമ്മ ചെയ്തിരുന്നത്. ഇപ്പോഴത്തെ പിന്നെ അമ്മയുടെ ജീവിതം 6 മക്കൾക്കും വേണ്ടി അമ്മ എല്ലാ ഭാഗങ്ങളും ഷെയർ ചെയ്ത് കൊടുത്തു. എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞു. എൻ്റെ വിവാഹത്തിന് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ആങ്ങളുടെ വിവാഹം നടന്നത്, 3ാമത്തെ ആങ്ങളയുടെ. അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഭാഗം വെച്ച് എല്ലാ വസ്തുക്കളും അമ്മ കൊടുത്തു. അമ്മ തികച്ചും ഒരു ഈശ്വരവിശ്വാസിയായിരുന്നു. എല്ലാ പൗർണമി ദിവസങ്ങളിലും അമ്മ അമ്പലത്തിൽ വായനയ്ക്കായി പോകുമായിരുന്നു. ഭാഗവതം വായിക്കും, രാമായണം വായിക്കും, ഹരിനാമകീർത്തനം പാടും, സന്ധ്യയ്ക്ക് നാമം ജപിക്കും. അങ്ങനെ എല്ലാ കാര്യത്തിലും എല്ലാം കൊണ്ടും അമ്മ ഇന്നത് ഒരു തെറ്റെന്ന് പറയാൻ അമ്മയ്ക്ക് ഒന്നുമില്ല പറയാനായിട്ട്. എല്ലാവരെയും, വീട്ടിൽ ജോലി ചെയ്യുന്നവരെയും പുറമേ നിന്ന് വരുന്നവരെയും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും 2 തേങ്ങ ചോദിച്ചു കഴിഞ്ഞാൽ 3 തേങ്ങ കൊടുക്കും. അങ്ങനെ ഓരോ കാര്യത്തിലും എന്ത് ജോലി ആര് ചെയ്യുന്നു അതിൻ്റെ ഇരട്ടി അമ്മ പ്രതിഫലമായിട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ സ്നേഹസമ്പന്നയും സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങൾക്കും ധൈര്യവും, ഏത് കാര്യത്തിലും മുന്നോട്ട് അമ്മ ഒരു കാല് വെച്ചാൽ അത് നടത്തിയിട്ടേ അമ്മ തിരിച്ചു വരികയുള്ളായിരുന്നു. അങ്ങനെ ആരെയും പേടിക്കാതെ ആരോടും ഒരു ഭയമില്ലാതെ സ്വന്തം ജീവിതത്തിൽ അടിയുറച്ച് വിശ്വസിച്ച എൻ്റെ അമ്മ ഇന്ന് ഈ ലോകത്തിൽ ഇവിടെ പറഞ്ഞിട്ട് കാലങ്ങളായി. അമ്മയ്ക്ക് വേണ്ടി ഒരു അസ്ഥിത്തറയോ അല്ലെങ്കിൽ ഒരു 6 അടി മണ്ണോ അവിടെ ഇന്ന് ഇല്ല.
അപ്പൂപ്പൻ്റെ പോലും ഒരു അസ്ഥിത്തറ ഇന്ന് അവിടെ നാമാവശേഷമായിരിക്കുകയാണ് ഉള്ളത്. പുരാതന വസ്തു ആയി കിടക്കുന്ന അംബുജഭവനം മാത്രമാണ്. സത്യത്തിൽ അതൊരു ഭാഗ്യമായിരുന്നു എനിക്ക്. ആ പറമ്പിൽ കൂടി കയറി പോകുമ്പോൾ ആ അമ്മയുടെ ഓർമ്മകൾ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ വീട്ടിൽ അമ്മയെ ഞാൻ എന്നും കാണാറുണ്ട്, എൻ്റെ അച്ഛനെയും കാണാറുണ്ട്. എല്ലാം എൻ്റെ സ്വപ്നത്തിലേക്ക് ഞാൻ വരച്ചിട്ടിട്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്നും മാറിപ്പോകുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും അംബുജഭവനത്തിൽ നിറഞ്ഞു നിന്ന എൻ്റെ അമ്മുച്ചേച്ചി ഇന്ന് ഈ ലോകത്തിലില്ല. ഒരോർമ്മയായി മാത്രം എൻ്റെ ഹൃദയത്തിൽ എന്നും അമ്മ നിൽക്കുന്നു. അമ്മയ്ക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാനായി കഴിഞ്ഞിട്ടില്ല. അതുമാത്രമേ എനിക്ക് സങ്കടമായിട്ടുള്ളൂ. അമ്മ നമ്മൾക്ക് വേണ്ടി എല്ലാം ചെയ്തു, പക്ഷേ അമ്മയ്ക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് 2 വരികൾ, അരുൺ കെ പി സാറിൻ്റെ 2 വരികൾ ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഒരു നിലവിളക്ക് പോൽ അകതാരിലെപ്പോഴും തെളിയുന്നൊരോർമ്മയാണമ്മ. ഒരു കണിക്കൊന്ന പോൽ ഓർമ്മതൻ ചില്ലയിൽ പുഞ്ചിരി പൊഴിക്കയാണമ്മ. നന്മയുടെ പാദങ്ങൾ ചൊല്ലിപ്പഠിപ്പിച്ച ഗുരുനാഥയാണെനിക്കമ്മ. കുസൃതികൾക്കെപ്പോഴും പരിധികൾ വരച്ചിട്ട കാവലാളായിരുന്നമ്മ. അക്ഷരക്കൂട്ട് ചേർന്നാദ്യം മൊഴിഞ്ഞ വാക്കമ്മയെന്നായിരുന്നല്ലോ. ജീവിതാന്ത്യത്തിലെ അവസാന ശബ്ദവും അമ്മയെന്നല്ലാതെയാമോ? ഒരു മഴക്കാലത്ത് മറുവാക്ക് പറയാതെ പടിയിറങ്ങി പോയൊരമ്മേ. മിഴികളിൽ പെരുമഴ ആണ് ഇപ്പോഴും അമ്മയെ ഓർത്തിരിക്കുമ്പോൾ. മിഴികളിൽ പെരുമഴ ആണ് ഇപ്പോഴും അമ്മയെ ഓർത്തിരിക്കുമ്പോൾ. ഇതാണ് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എനിക്ക് സമർപ്പിക്കാനുള്ളത്. എൻ്റെ ഈ ചെറിയ സ്റ്റോറി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ എഴുതുക. എല്ലാവർക്കും വേണ്ടി അടുത്ത വീഡിയോ ഞാൻ എൻ്റെ അച്ഛന് വേണ്ടി സമർപ്പിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി.